Dear friends, welcome to our YouTube channel Finvest. In the previous session, we handled accounting and its features. Let us see what are its objectives. Objectives of accounting. First objective is recording business transactions systematically. It is necessary to maintain systematic record of every business transaction. നമുക്കറിയാം, നമുക്കൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ട്രാൻസാക്ഷനും ഓർമ്മിച്ച് വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് സംഭവിക്കുന്ന ഓർഡർ അനുസരിച്ച് റെക്കോർഡ് ചെയ്യണം. അങ്ങനെ ഓർഡർ അനുസരിച്ച് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി അഫക്റ്റ് ദി ബിസിനസ്. ഓക്കെ, ബിസിനസ്സിൻ്റെ റിസൾട്ടിനെ അത് ബാധിക്കും. തെറ്റായ റിസൾട്ടായിരിക്കും നമുക്ക് തരിക. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണത്. സെക്കൻഡ് വൺ, ഡിറ്റർമൈനിങ് പ്രോഫിറ്റ് ഏൺഡ് ഓർ ലോസ് ഇൻകേർഡ്. സോ ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ പ്രോഫിറ്റ്, നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോഫിറ്റ് അറിഞ്ഞേ മതിയാവൂ, എസ്പെഷ്യലി അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ഓർ ലോസ്. ഫോർ ദിസ് പർപ്പസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർ പ്രിപ്പയർഡ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ലാഭം അല്ലെങ്കിൽ നഷ്ടം അറിയുന്നതിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുക. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതിലൂടെ കമ്പനിക്ക് അവർക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് മനസ്സിലാകുന്നു. ഓക്കെ, അതായത് എത്രത്തോളം ഗുഡ്സ് വാങ്ങി, എത്രത്തോളം ഗുഡ്സ് വിറ്റു, ആ വാങ്ങലിലും വിൽക്കലിലൂടെയും കമ്പനിക്ക് ലാഭമാണോ നഷ്ടമാണോ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അക്കൗണ്ടിങ്. അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ലാഭം അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കുക എന്നതാണ്. അടുത്ത തേർഡ് ഒബ്ജക്റ്റീവ്സ്, അസർട്ടൈനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം. അപ്പോൾ ഫേമിൻ്റെ പ്രോഫിറ്റ് മാത്രം അറിഞ്ഞാൽ പോരാ, അതിൻ്റെ ഓണർക്ക് എന്തും കൂടെ അറിയണം, വാട്ട് ആർ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. സോ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് ദ അസറ്റ്, കമ്പനിയുടെ കയ്യിൽ മൊത്തം എത്ര അസറ്റ് ഉണ്ട്, അസറ്റിൻ്റെ വാല്യൂ എത്രയുണ്ട്, കമ്പനി മറ്റുള്ളവർക്ക് എത്ര രൂപ കൊടുത്തു തീർക്കാനുണ്ട്, കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ എത്ര രൂപ ഇൻക്രീസ് ചെയ്തു, എത്ര രൂപ ഡിക്രീസ് ചെയ്തു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കമ്പനിക്ക് താല്പര്യമുണ്ട്. അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഏത് പ്രിപ്പയർ ചെയ്യുന്നു, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതായിരിക്കും. ഡിറ്റക്റ്റിംഗ് ആൻഡ് പ്രിവെൻറ്റിംഗ് ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ്, അതായത് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഫ്രോഡ്, എറേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനും അത് പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ടുള്ള കമ്പനിക്കുള്ള ഗുണം എന്താണ്, ഫണ്ട് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഫണ്ടിൻ്റെ വേസ്റ്റേജ് മാക്സിമം കമ്പനിക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി കമ്പനി എങ്ങനെയാണ് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എറേഴ്സും ഫ്രോഡ്സും മിസ്റ്റേക്സൊക്കെ ഒഴിവാക്കാൻ പറ്റും. എന്തെങ്കിലും ഉണ്ട് എങ്കിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ്, കമ്മ്യൂണിക്കേറ്റിംഗ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു വേരിയസ് യൂസേഴ്സ്. നമുക്കറിയാം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആരൊക്കെയാണ്, മാനേജ്മെൻറ്റ്, ഓണേഴ്സ്, ഗവൺമെൻറ്, അവരൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ദിസ് അസിസ്റ്റ് ദ യൂസേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ അക്കൗണ്ടിങ് ഡാറ്റ. അവർക്ക് അക്കൗണ്ടിങ് ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാനും എന്താണ്, വാട്ട് ആർ ദ കറണ്ട് പൊസിഷൻ ആൻഡ് വാട്ട് ആർ ദ ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് ഓഫ് ദ കമ്പനി, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കും, അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സിന് അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് സാധിക്കും. താങ്ക് യു.